നമുക്കിനി മൈറ്റ് വെച്ചുകൊണ്ടുള്ള ഉപയോഗങ്ങൾ പഠിക്കാം. മൈറ്റ് വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗമാണ്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, മൈറ്റ് എന്ന് പറയുന്നത് മേയുടെ പാസ്റ്റാണ്. വളരെ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ മൈറ്റ് വെച്ചുകൊണ്ട് നമുക്ക് റിമോട്ട് പോസിബിലിറ്റീസാണ് പറയാൻ സാധിക്കുക. അതായത് പോസിബിലിറ്റി പറയാൻ നമുക്ക് മേ ഉപയോഗിക്കാം, അല്ലേ? പോസിബിലിറ്റി പറയാൻ വേണ്ടി നമുക്ക് മേ ഉപയോഗിക്കാം. ഇപ്പോൾ ഉദാഹരണം, ഇറ്റ് മേ റെയിൻ എന്ന് പറഞ്ഞാൽ ഇന്ന് മഴ പെയ്തേക്കാം എന്നാണെങ്കിൽ മേ മാറ്റിയിട്ട് നമ്മൾ മൈറ്റ് ആക്കിയാലോ സാധ്യത വളരെ കുറവാണ്. ഓക്കെ, ഇറ്റ് മൈറ്റ് റെയിൻ, ഇറ്റ് മേ റെയിൻ ടുഡേ എന്ന് പറയാം, ഇന്ന് മഴ പെയ്തേക്കാം, ചെറിയൊരു സാധ്യതയുണ്ട്. എന്നാൽ അത് നമ്മൾ ഇറ്റ് മൈറ്റ് നാളെ ആണെങ്കിലോ ഇറ്റ് മൈറ്റ് റെയിൻ ടുമോറോ ആയിരിക്കും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇറ്റ് മൈറ്റ് റെയിൻ ടുമോറോ. അതെന്താ രണ്ടും തമ്മിൽ വ്യത്യാസം? ഇറ്റ് മേ റെയിൻ ടുഡേ, ഇന്നത്തെ നമുക്ക് കുറച്ചും കൂടി ഒരു സാധ്യത പറയാൻ പറ്റും. നാളെ മഴ പെയ്തേക്കാം എന്നുള്ള ഇന്നിപ്പോൾ നമ്മൾ പറയുമ്പോൾ ആകാശം ഇരുണ്ടിരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എന്ത് സാധ്യതയുള്ളത് കൊണ്ടൊക്കെയാണ് നമ്മൾ പറയുന്നത് ഇറ്റ് മേ റെയിൻ ടുഡേ. പക്ഷെ നാളത്തെ നമുക്ക് അത്രയും പറയാൻ പറ്റില്ല മഴ പെയ്യുന്ന കാര്യത്തിൽ. അപ്പോൾ ഇറ്റ് മൈറ്റ് റെയിൻ ടുമോറോ, അതായത് ഇറ്റ് മേ റെയിൻ ടുമോറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 50% സാധ്യതയാണുള്ളത്. അതേ പോസിബിലിറ്റിയാണ്, ഇത് തന്നെ പോസിബിലിറ്റിയാണ്. മൈറ്റ് ഉപയോഗിച്ചാൽ അതിനേക്കാൾ വീണ്ടും പോസിബിലിറ്റി കൂടുന്നു. 25% സാധ്യത ഉള്ളൂ എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഷീ മൈറ്റ് പാസ് ദ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ അവൾ പരീക്ഷ പാസ്സായേക്കാം, വലിയ ഉറപ്പൊന്നുമില്ല, ആയേക്കാം. ഓക്കെ, ഷീ മൈറ്റ്. എന്നാൽ ഷീ മേ പാസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ഉറപ്പായിട്ട് അവൾ പാസ്സാവുമെങ്കിലോ വില്ലോ ഷാളോ യൂസ് ചെയ്യണം. ഷി വിൽ ഓർ ഷീ ഷാൾ പാസ് എക്സാമിനേഷൻ. ഓക്കെ, മനസ്സിലായല്ലോ? ഒരിക്കൽ കൂടി ഞാൻ പറയാം. ഇപ്പോൾ അവൾ പരീക്ഷ പാസ്സാവുന്ന കേസാണെങ്കിൽ 25% ഉറപ്പുള്ളൂ എങ്കിൽ ഷീ മൈറ്റ്. 50% ഉണ്ടെങ്കിൽ ഷീ മേ പാസ് ദ എക്സാമിനേഷൻ. ഇനി അതല്ല ഒരു 75% ഉണ്ടെങ്കിൽ ഷീ വിൽ പാസ്. ഇനി അതല്ല 100% ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല ഉറപ്പാണെങ്കിൽ ഷീ ഷാൾ. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി അത് ഐ ആണ് വെച്ച് പറയുന്നെങ്കിൽ ഐ മൈറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 25%, ഐ മേ ആണെങ്കിൽ 50%, ഐ ഷാൾ ആണെങ്കിൽ നോക്കണേ 75, ഐ വിൽ ആണെങ്കിൽ 100. ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. അത് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തുള്ള കാര്യമാണ്. ഇനി നമുക്ക് നോക്കിയ അടിയിൽ ഹി മൈറ്റ് മിസ് ദ ബസ്. അയാൾക്ക് ബസ് നഷ്ടപ്പെട്ടേക്കാം, ചെറിയൊരു സാധ്യതയുള്ളൂ, ഒരു സ്ലൈറ്റ് റിമോട്ട് പോസിബിലിറ്റിയേ ഉള്ളൂ. നോട്ട് പോസിബിലിറ്റി, റിമോട്ട് പോസിബിലിറ്റി, ഒരു സ്ലൈറ്റ് പോസിബിലിറ്റി. ഇനി അടുത്ത മെയ്യുടെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം എന്ന് പറയുന്നത്, നമുക്കറിയാം റിക്വസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ മേ ഉപയോഗിക്കുമല്ലോ. റിക്വസ്റ്റിന് നമുക്ക് മേ ഉപയോഗിക്കാം. എന്നാൽ അത് ഒരു എക്സ്ട്രീം പൊളൈറ്റ് റിക്വസ്റ്റ് ആണെങ്കിലോ, വളരെ എക്സ്ട്രീം പൊളൈറ്റ് റിക്വസ്റ്റ് ആണെങ്കിൽ മൈറ്റാണ് യൂസ് ചെയ്യുക. ഇങ്ങനെയൊന്നും ആരും റിക്വസ്റ്റ് സാധാരണ ചോദിക്കാറില്ല. കാല് പിടിച്ച് ചോദിക്കുന്ന പോലെ ചോദിക്കണം എങ്കിൽ നമുക്കിങ്ങനെ ചോദിക്കാം. മൈറ്റ് ഐ ടേക്ക് യു സീറ്റ് ഹിയർ, ഞാനിവിടെ ഇരുന്നോട്ടെ. മൈറ്റ് ഐ ലീവ് എ ലിറ്റിൽ ഏർലി ടുഡേ, ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ പോയിക്കോട്ടെ. മൈറ്റ് ഐ ഹാവ് എ വേർഡ് വിത്ത് യു ഇൻ പ്രൈവറ്റ്, ഞാൻ നിങ്ങളോട് ഒരു നിമിഷം സ്വകാര്യമായി സംസാരിച്ചോട്ടെ. ഇതുപോലെ മൈറ്റ് ഐ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കണമെങ്കിൽ അത്രയും കാല് പിടിച്ച രൂപത്തിലുള്ള റിക്വസ്റ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് മൈറ്റിൻ്റെ ഉപയോഗം. ഞാൻ നേരത്തെ പറഞ്ഞത് റിമോട്ട് പോസിബിലിറ്റി. രണ്ടാമത്തെ ഉപയോഗം വളരെ എക്സ്ട്രീം പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റസ് നടത്താൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മേയും മൈറ്റും നമുക്ക് പഠിക്കാനുള്ളത്. മറ്റൊരു വാക്കുമായിട്ട് വീണ്ടും നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം. വിഷ് യു ആൾ ദി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.